നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്നേരിക്കുന്നു. നിനക്കെതിരായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ ഞാൻ ചെയ്തു. അതിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. സ്വഭാവം എന്റെ മേലിൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ പാപങ്ങളിൽ നിന്ന് അതിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിച്ചു കളയണമേ. സൃഷ്ടിക്കണമേ, സ്ഥിരതയുടെ ആത്മാവിനെ നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കുകയും വരുതേ. നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ളതിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ എന്റെ അതിക്രമക്കാരെ എന്റെ വഴി പഠിപ്പിക്കും, പാപികളെങ്കിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ, എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ രമ്യപ്പെട്ടുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നിറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹിയോനോട് നന്മ ചെയ്യണമേ, ഉറുസ്ലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ എന്റെ ബലിപീഠത്തിന്മേൽ കാളുകൾ ബലിയായി കയറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു.